തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണോ? എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നറിയാമോ? അതല്ല നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട്? ചോദ്യം കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, പറഞ്ഞു തരാം. നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാകൂ. പോളിംഗ് ബൂത്തിലെ വെള്ള നിറത്തിലുള്ള ഒരു ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ 3 വോട്ട് ചെയ്യണം. 1 ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്ക്, 3 ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്ക്. ഇതിനായി പോളിംഗ് ബൂത്തുകളിൽ 3 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. ഓരോന്നും ഓരോ നിറത്തിലായിരിക്കും. ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് യൂണിറ്റിൽ വെള്ള നിറത്തിലുള്ള ലേബലും, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുമുള്ള ലേബലും ആയിരിക്കും ഉണ്ടാവുക. ഇതനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം. ഇനി വോട്ട് ചെയ്യേണ്ടതെങ്ങനെയാണെന്ന് നോക്കാം. പോളിംഗ് ബൂത്തിലേക്ക് കടന്നു ചെന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ നമ്മുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കും. രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൈവിരലിൽ മഷി പുരട്ടുന്നത്. ശേഷം വോട്ട് രജിസ്റ്ററിൽ ഒപ്പുവയ്പ്പിക്കുകയും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് നൽകുകയും ചെയ്യും. ഇനി നേരെ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്കാണ്. സ്ലിപ്പ് കൈമാറുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് മെഷീൻ അമർത്തുകയും വോട്ടിംഗ് മെഷീൻ സജ്ജമാക്കുകയും ചെയ്യും. ഇനി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കടന്ന് വോട്ട് രേഖപ്പെടുത്താം. സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ബട്ടൺ അമർത്തുകയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിക്കാം. മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ലെങ്കിൽ നോട്ട തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നവരോടാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നോട്ട എന്ന ഓപ്ഷൻ ഇല്ല. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻഡ് ബട്ടൺ അമർത്താം. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിൻ്റെ അവസാനമാണ് എൻഡ് ബട്ടൺ ഉള്ളത്. ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത ശേഷം എൻഡ് ബട്ടൺ അമർത്തുകയും ചെയ്യാം. അതായത് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി എൻഡ് ബട്ടൺ അമർത്തി മടങ്ങാം. അതേസമയം മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ബാലറ്റിൽ എൻഡ് ബട്ടൺ ഇല്ല. സംസ്ഥാനത്ത് ആകെ 33,711 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ത്രിതല പഞ്ചായത്തുകളിൽ 28,127, മുനിസിപ്പാലിറ്റികളിൽ 3,569, കോർപ്പറേഷനുകളിൽ 2,015 എന്ന നിലയിലാണ് പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി 50,607 കൺട്രോൾ യൂണിറ്റുകളും 1,37,862 ബാലറ്റ് യൂണിറ്റുകളുമാണ് ഉള്ളത്. ആകെ 75,644 സ്ഥാനാർത്ഥികളിൽ 39,609 സ്ത്രീകളും 36,034 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമാണുള്ളത്. ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ 55,430 സ്ഥാനാർത്ഥികളിൽ 29,262 സ്ത്രീകളും 26,168 പുരുഷന്മാരുമാണുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 7,108 സ്ഥാനാർത്ഥികളിൽ 3,583 സ്ത്രീകളും 3,525 പുരുഷന്മാരുമാണുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 1,275 സ്ഥാനാർത്ഥികളിൽ 602 സ്ത്രീകളും 672 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമാണുള്ളത്. മുനിസിപ്പാലിറ്റി വാർഡുകളിൽ 10,031 സ്ഥാനാർത്ഥികളിൽ 5,221 സ്ത്രീകളും 4,810 പുരുഷന്മാരുമാണുള്ളത്. കോർപ്പറേഷൻ വാർഡുകളിൽ 1,800 സ്ഥാനാർത്ഥികളിൽ 941 സ്ത്രീകളും 859 പുരുഷന്മാരുമാണുള്ളത്. അന്ധതയോ മറ്റു ശാരീരിക അവശതകളോ ഉള്ള സമ്മതിദായകർക്ക് അവരുടെ ആഗ്രഹപ്രകാരം 18 വയസ്സിന് മുകളിലുള്ള ഒരു സഹായിയെ വോട്ട് രേഖപ്പെടുത്താനായി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കും. സമ്മതിദായകന് ബാലറ്റ് യൂണിറ്റിലെ ചിഹ്നം തിരിച്ചറിയാനും ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാനും സാധിക്കില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഹായിയെ അനുവദിക്കൂ. വോട്ട് ചെയ്യുമ്പോൾ വോട്ടറുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലും സഹായിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലും മായാത്ത മഷി പുരട്ടും. സ്ഥാനാർത്ഥികളെയും പോളിംഗ് ഏജന്റുമാരെയും സഹായികളാകാൻ അനുവദിക്കില്ല. ഒരാളെ ഒന്നിലധികം സമ്മതിദായകരുടെ സഹായിയാകാനും അനുവദിക്കില്ല. അന്ധതയോ കാഴ്ചപരിമിതിയോ ഉള്ള വോട്ടർമാർക്ക് സ്വയം വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ ബാലറ്റ് യൂണിറ്റിൻ്റെ വലതുവശത്ത് ബ്രെയിൻ ലിപി ആലേഖനം ചെയ്തിട്ടുണ്ട്.
പഞ്ചായത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഭാഷാ ന്യൂനപക്ഷ പ്രദേശങ്ങളിൽ പോസ്റ്റൽ ബാലറ്റിലും വോട്ടിംഗ് മെഷീനിൽ പതിപ്പിക്കുന്ന ബാലറ്റ് ലേബലിലും സ്ഥാനാർത്ഥികളുടെ പേര് തമിഴ്, കന്നഡ ഭാഷകളിൽ കൂടി ഉൾപ്പെടുത്തും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ ഭാഷാ ന്യൂനപക്ഷ വോട്ടർമാരുള്ള വാർഡുകളിൽ മലയാളത്തിനു പുറമെ തമിഴിലും, കാസർഗോഡ് ജില്ലയിലെ ഭാഷാ ന്യൂനപക്ഷ വോട്ടർമാരുള്ള വാർഡുകളിൽ കന്നഡ ഭാഷയിലുമാണ് പേരുകൾ ഉൾപ്പെടുത്തുക. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയശാല, കരമന വാർഡുകളിലും കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിലുമായി 5 വീതം വാർഡുകളിലും പത്തനംതിട്ട സീതത്തോട് ഗ്രാമപഞ്ചായത്തിലെ ഗവി വാർഡിലും മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിലും ഇടുക്കിയിലെ 22 ഗ്രാമപഞ്ചായത്തുകളിലായി 229 വാർഡുകളിലും പാലക്കാട് 6 ഗ്രാമപഞ്ചായത്തുകളിലായി 93 വാർഡുകളിലും വയനാട് തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ കൈതക്കൊല്ലി വാർഡിലും ബാലറ്റ് ലേബലിലും ബാലറ്റ് പേപ്പറിലും തമിഴ് ഭാഷയിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിലെ 20 ഗ്രാമപഞ്ചായത്തുകളിലായി 321 വാർഡുകളിലെ ബാലറ്റ് ലേബലും ബാലറ്റ് പേപ്പറും കന്നഡ ഭാഷയിൽ കൂടി അച്ചടിക്കും. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വോട്ട് ചെയ്യാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തും. വോട്ടെടുപ്പ് ദിവസം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചു. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന വോട്ടർമാർക്ക് വോട്ടെടുപ്പ് ദിവസം സ്വന്തം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ച് ഉത്തരവിറക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ ദിവസങ്ങളിൽ ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. വോട്ടെടുപ്പ് നടക്കുന്ന ദിവസങ്ങളിൽ അതത് ജില്ലകളിൽ 48 മണിക്കൂർ ഡ്രൈ ഡേ ആയിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഡിസംബർ 7 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് ദിവസമായ ഡിസംബർ 9 പോളിംഗ് അവസാനിക്കുന്നതുവരെ മദ്യനിരോധനം ഉണ്ടാകും. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ 9 വൈകിട്ട് 6 മണി മുതൽ വോട്ടെടുപ്പ് ദിവസമായ 11 പോളിംഗ് അവസാനിക്കുന്നതുവരെ മദ്യനിരോധനം ഉണ്ടാകും. വോട്ടെണ്ണൽ ദിവസമായ ഡിസംബർ 13 സംസ്ഥാന വ്യാപകമായി ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സമ്മതിദാന അവകാശം വോട്ടായി രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ ഹൃദയപൂർവ്വം ആശംസിക്കുകയാണ്.